My dear students, welcome back to Corporate Regulations Session 2. ഇത് നമ്മൾ കമ്പനി അതിൻ്റെ മീനിങ് ഡെഫിനിഷൻസ് പിന്നെ കമ്പനിയുടെ നേച്ചർ ഫീച്ചേഴ്സ് അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഈ കമ്പനി എന്ന് പറഞ്ഞ വാക്ക് രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ളതാണ്. കം പിന്നെ പനി. കം മീൻസ് ടുഗെദർ, പനി മീൻസ് ബ്രെഡ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കൊരു ഡെഫിനിഷൻ പറയാം. കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹൂ ടുക്ക് ദെയർ മീൽസ് ടുഗെദർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയോ കോർപ്പറേഷനോ ആവാം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഒരു ബിസിനസ് നടത്തി പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് ബിസിനസ് നടത്തുന്നു. ആ കമ്പനിയുടെ ക്യാപിറ്റൽ അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ചെയ്യാൻ പറ്റുന്ന ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതിൽ ഈ ഷെയർസ് വഹിക്കുന്നവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ബാധ്യത ഈ ഷെയർ ഹോൾഡേഴ്സിൽ ലിമിറ്റഡ് ആണ്. അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇനി കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലും വലുതാണ്. അതിലൊരുപാട് ആൾക്കാരുണ്ടാവും, അതിൻ്റെ മൂലധനം കൂടുതലാണ്. ഇവർ വളരെ അഗ്രസീവായിട്ടുള്ളതും എക്സ്റ്റൻസീവായിട്ടുള്ള എൻ്റർപ്രൈസിൽ ഇൻവോൾവ് ആണ്. ഇവർ ട്രേഡിംഗ് നടത്തുമ്പോൾ ഒരിക്കലും അവരുടെ മെമ്പേഴ്സിൻ്റെ പേര് വെളിപ്പെടുത്താറില്ല. അതാണ് കോർപ്പറേഷൻ്റെ പ്രത്യേകത. കോർപ്പറേഷൻ കമ്പനി, കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രത്യേകത. ഇനി നമുക്ക് കമ്പനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കാം. അത് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. കമ്പനി എന്ന് പറയുന്നത് ഒരു അസോസിയേഷനാണ്, അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. അവരുടെ പൈസയോ അല്ലെങ്കിൽ പൈസയ്ക്ക് തുല്യമായിട്ടുള്ള എന്തെങ്കിലും അത് കോമൺ സ്റ്റോക്കായി വെച്ചുകൊണ്ട് ഒരു ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നു. അതിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ നഷ്ടം, ലോസ്, പ്രോഫിറ്റോ ലോസ് എന്തുണ്ടെങ്കിലും അതവർ തമ്മിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ കോമൺ സ്റ്റോക്കായിട്ട് വരുന്ന കോൺട്രിബ്യൂഷൻസ് നമ്മൾ മണി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, പൈസയുടെ രൂപത്തിലാണ് പറയുക. അതിനെയാണ് നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ രീതിയിൽ കമ്പനിയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ആ കമ്പനിയുടെ മെമ്പേഴ്സാണ്. ഈ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ പോർഷൻസ് ഓരോ മെമ്പേഴ്സിനും ഷെയർസ് എന്നുള്ള രീതിയിലാണ് എൻടൈറ്റിൽ ആവുന്നത്. ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ റൈറ്റ്സ്, ഷെയർസിൻ്റെ റൈറ്റ്സിന് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഇതാണ് ഒരു കമ്പനിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന നിർവചനം. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മുടെ ചീഫ് ജസ്റ്റിസ് മാർഷൽ ഓഫ് USA അദ്ദേഹം പറയുന്നത്, ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, ഇൻവിസിബിളാണ്, ഇൻടാഞ്ചിബിളാണ്. അത് നിയമത്തിൻ്റെ കണ്ണുകളിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നിയമത്തിൻ്റെ ഒരു ക്രിയേഷനാണ്. അതിനൊരുപാട് പ്രോപ്പർട്ടീസ് അത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. അത് എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇൻസിഡൻ്റലി നിലനിൽക്കുന്നതാണ്. അതാണ് കമ്പനി. ഇങ്ങനെയുള്ള കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യത്തെ ക്യാരക്ടർ പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി മീൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികൾ ചേർന്നിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് തന്നെ ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കമ്പനി ആക്ട് 2013 അത് ഭേദഗതി വന്നു അല്ലേ. 1 പേഴ്സൺ കമ്പനി പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കമ്പനി, അത് പ്രത്യേകിച്ചും പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് വരുമ്പോൾ ഒരാൾക്ക് പറ്റില്ലെന്നാണ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വേണം. ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 പേരെങ്കിലും വേണം. ഇനി പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 50 പേരെ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. പക്ഷേ പബ്ലിക് കമ്പനിയിൽ അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല, എത്ര പേർക്ക് വേണമെങ്കിലും പബ്ലിക് കമ്പനിയിൽ മെമ്പേഴ്സ് ആവാം. ഇനി നെക്സ്റ്റ് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നാണ്. ദാറ്റ് മീൻസ് നിയമമാണ് ഒരു കമ്പനീനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കമ്പനി ഒരു നിയമപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയാം. സോ കമ്പനിയിലുള്ള മെമ്പേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് കമ്പനിക്ക് ആ രീതിയിലുള്ളൊരു നിലനിൽപ്പ് ഉണ്ട്. ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ പേരിൽ പ്രോപ്പർട്ടീസായിട്ട്. അതിൻ്റെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിലെന്ത് കോൺട്രാക്ട്സും ഫോം ചെയ്യാം,
ശരിക്കും കമ്പനി ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും തനിച്ച് നിൽക്കുന്ന ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, ആ കമ്പനിക്ക് വേണ്ടി ക്രെഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആ കമ്പനിയുടെ പേരിൽ എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം, അല്ലാതെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ പേരിലല്ല. ഈ ലീഗൽ എൻറ്റിറ്റി ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ പെർപെക്ച്വൽ എക്സിസ്റ്റൻസ്, നിരന്തരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് കമ്പനിക്കുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ആരെങ്കിലും റിട്ടയർ ചെയ്ത് പോയാലോ, മരിച്ചാലോ, ഇനി അവർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടായാലോ, അവർ പാപ്പരായി പോയാലോ ഒന്നും കാര്യമില്ല, അപ്പോഴും കമ്പനി നിലനിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ടാവും, പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ടാവും, പഴയ ഷെയർ ഹോൾഡേഴ്സ് പോകുന്നുണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും കമ്പനി അവിടെ നിലനിൽക്കുന്നുണ്ട്, അൺലെസ് ഓർ അതർവൈസ് കമ്പനി ആക്ട് അനുസരിച്ച് ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് വരെ. ഓക്കെ, പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി, ബാധ്യത, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂവിന് ലിമിറ്റഡ് ആണ്. അതിനപ്പുറത്തുള്ള ഒരു ലയബിലിറ്റിയും ഷെയർ ഹോൾഡേഴ്സിന് ഫോം ചെയ്യുന്നില്ല. അങ്ങനെ ഫോം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതായത് അവർ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ എമൗണ്ട് എത്രയാണോ അത് മാത്രമേ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലയബിലിറ്റി ഉള്ളൂ, അല്ലാതെയുള്ള ലയബിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ്റെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 റുപ്പീസാണ്. ഒരു ഷെയറിന് 10 റുപ്പീസിൻ്റെ ഫേസ് വാല്യൂ ഉണ്ട്. ഷെയർ ഹോൾഡർ 7 റുപ്പീസേ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള അമൗണ്ട് 3 റുപ്പീസ് അല്ലേ, അത്രയും തന്നെ പേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലേ, അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ മൂലധനമാണ്, മുതലാണ്. ലയബിലിറ്റീസ് നമ്മുടെ ബാധ്യതയാണ് അല്ലേ. അപ്പം നമുക്കുണ്ടാവുന്ന നമ്മളുടെ മുതലും ബാധ്യതയും എപ്പോഴും മുതൽ കൂടുതലായിരിക്കണം, ബാധ്യത കുറവായിരിക്കണം. അതാണ് ഒരു വ്യക്തിക്കും ഒരു കമ്പനിക്കും നല്ലത്. ഇവിടെ മുതൽ കുറവും ബാധ്യത കൂടുതലാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ലയബിലിറ്റിയുടെ കാര്യം വരുന്നത്, കോൺട്രിബ്യൂഷൻ്റെ കാര്യം വരുന്നത്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനിയുടെ മെമ്പേഴ്സ് അതിൻ്റെ ക്യാപിറ്റൽ ഷെയർസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പബ്ലിക് കമ്പനി, ഓക്കെ, 7 പേര് മിനിമം വേണം, അപ്പർ ലിമിറ്റ് ഇല്ലാത്ത കമ്പനിയാണ് പബ്ലിക് കമ്പനി. ആ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പബ്ലിക്സിന് അലൗഡാണ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസും പബ്ലിക്കിന് അലൗഡാണ്. അതിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പബ്ലിക് കമ്പനിയിലെ ഈ പറയുന്ന ഷെയർസ് എടുക്കുന്നവർക്ക് ആ ഷെയർസ് ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതിൻ്റെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനിയുടെ വ്യത്യാസം വരുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞു നിയമമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു കമ്പനീനെ. അതിന് നിയമപരമായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ട് കമ്പനിക്ക്. അത് നമുക്ക് കമ്പനി കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു. അതിന് ബോഡിയില്ല, സോളില്ല, പക്ഷേ അത് നിലവിലുണ്ടെന്ന് മാത്രം. ഓക്കെ, ഒരു നാച്ചുറൽ ബർത്തായിട്ട് തന്നെ ഫോം ചെയ്യുന്നത് പോലെ, ഒരു നാച്ചുറൽ പേഴ്സൺ പോലെ, പക്ഷെ അതിന് ഫിസിക്കലായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഇല്ല. അതാണ് വ്യത്യാസം. ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാവുന്ന റൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന കമ്പനിക്ക് ഇല്ല. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഓത്ത് എടുക്കുന്നത് കമ്പനിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു മാരീഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് കമ്പനിക്ക് പറ്റില്ല. ജയിലിന് പോകാനോ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു സിറ്റിസൺ അല്ല കമ്പനി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അങ്ങനെ ഫ്രാഞ്ചൈസി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ലീഗൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ ഈ കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് പകരമായിട്ട് കമ്പനിക്ക് സീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീല് വയ്ക്കുമ്പോൾ ആ കമ്പനിയുടെ എന്ത് ഡോക്യുമെൻസിലും ആ സീല് വയ്ക്കുമ്പോൾ കമ്പനി അത് അംഗീകരിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് കോമൺ സീൽ. അപ്പോൾ ഏത് ഒരു ഡോക്യുമെൻറ്റിലും കമ്പനിയുടെ സീല് ഉണ്ടാവുകയും അതിൽ
അത് ഈ പറയുന്ന കമ്പനിയുടെ 2 ഡയറക്ടേഴ്സ് വിറ്റ്നസ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് ആ കമ്പനി അംഗീകരിച്ച ഒരു ഡോക്യുമെൻ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ കമ്പനിക്ക് ലീഗലായിട്ടുള്ള ഒരു എൻറ്റിറ്റി, ഒരു നിലനിൽപ്പുള്ളത് കൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, വേറെ കമ്പനിയെ, വേറെ അസോസിയേറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള അസോസിയേഷൻസിനും മറ്റുള്ള വ്യക്തികൾക്കൊക്കെ ഈ കമ്പനിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാം. ഇനി കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം, ക്യാപിറ്റൽ, അത് ആവശ്യമാണ്. എപ്പോഴും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മൂലധനം ആവശ്യമാണ്. അത് എത്ര വലിയ ലാർജ് നമ്പർ ഓഫ്, എത്ര വലിയ ക്യാപിറ്റൽ ആണെങ്കിലും അതിന് അനുസൃതമായിട്ടുള്ള ഷെയർസ് കൊടുത്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അതിന് കോൺട്രിബ്യൂഷൻസ് എടുത്ത് അതിലൂടെ കമ്പനിക്ക് നല്ല ബിസിനസ് ആക്ടിവിറ്റീസ് നടത്താം, യാതൊരു ഫണ്ട് ഷോർട്ടേജും ഇല്ലാതെ. പിന്നെ വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് വൈൻഡിങ് അപ്പ്. എന്തെങ്കിലും കാരണം കൊണ്ട് കമ്പനി വൈൻഡിങ് അപ്പ് വന്നു കഴിഞ്ഞാൽ കമ്പനി ഡിസോൾവ് ചെയ്തു, കമ്പനിയുടെ അസറ്റ്സൊക്കെ ഡിസ്പോസ് ചെയ്ത് അതിൽ നിന്നും റിയലൈസ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഡെപ്സ് പേ ഓഫ് ചെയ്ത് എന്തെങ്കിലും അതിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് അതിൻ്റെ കമ്പനിയുടെ മെമ്പേഴ്സിന് അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് വൈൻഡിങ് അപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്.